Hello Law aspirants, welcome to Lead Academy's another video. നിങ്ങൾ എല്ലാവരും കാത്തിരുന്നത് പോലെ ക്ലീൻ 2024 5-year ഇന്റഗ്രേറ്റഡ് LLBയുടെയും 3-year LLBയുടെയും ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 2 വരെയാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ടൈം ഉള്ളത്. 5-year ആൻഡ് 3-year LLBയുടെ എൻട്രൻസ് എക്സാം ഡേറ്റ് വരുന്നത് 18th ഓഗസ്റ്റിനാണ്. 5-year LLBക്ക് 18th ഓഗസ്റ്റ് 9:30ക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 3-year LLBക്ക് ആഫ്റ്റർനൂൺ ആയിരിക്കും എക്സാം, അതായത് 2:30ക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി എങ്ങനെ എക്സാം രജിസ്റ്റർ ചെയ്യണമെന്ന് നോക്കാം. അതിനായി cee.kerala.government.in എന്ന വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് 5-year ഇന്റഗ്രേറ്റഡ് LLB അല്ലെങ്കിൽ 3-year LLB ആണെങ്കിൽ ആ പെർട്ടിക്കുലർ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു കാൻഡിഡേറ്റ് പോർട്ടൽ ഓപ്പൺ ആകുന്നതാണ്. അതിനുശേഷം 5 സ്റ്റെപ്പ് പ്രോസസ് ഉള്ള രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റെപ്പ് 1 രജിസ്ട്രേഷൻ ആണ്. വാലിഡ് ഇമെയിൽ ID അതോടൊപ്പം നിങ്ങളുടെ മൊബൈൽ നമ്പറും കൊടുത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ജനറേറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 2 ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുക. ബേസിക് ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് എന്നിവ കൊടുത്ത് നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ ഡീറ്റെയിൽസും നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം പേ ആപ്ലിക്കേഷൻ ഫീ. സ്റ്റെപ്പ് 3 ആണ് പേ ആപ്ലിക്കേഷൻ ഫീ. നിങ്ങൾ ഒരു SC/ST വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ 425 rupees ആണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾ ഒരു ജനറൽ OBC അല്ലെങ്കിൽ OEC കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ 850 rupees ആണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് കൊടുക്കേണ്ടത്. സ്റ്റെപ്പ് 4 ആണ് അപ്ലോഡ് ഇമേജസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ്. നിങ്ങളുടെ റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറും അതോടൊപ്പം തന്നെ റിലവന്റ് ആയിട്ടുള്ള റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സും പിന്നെ മാൻഡേറ്ററി സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യുക. ഈ ഇമേജും അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യുമ്പോൾ PDF അല്ലെങ്കിൽ JPG ഫോർമാറ്റിൽ വേണം അപ്ലോഡ് ചെയ്യേണ്ടത്. മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് വരുന്നത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ നേറ്റിവിറ്റി തെളിയിക്കാനാണ്. അതിനായി നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ടിന്റെ ഫോട്ടോ അല്ലെങ്കിൽ SSLCയുടെ പെർട്ടിക്കുലർ ഫോട്ടോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറിൽ നിന്നും അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ OBC കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് നോൺ ക്രിമിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇനി നിങ്ങൾ OEC കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥിയാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. ഇനി നിങ്ങൾ SC/ST വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി മറ്റ് റിസർവേഷൻസ് ഉണ്ടെങ്കിൽ, അതായത് സ്പോർട്സ് കോട്ട എന്നിവ റിസർവേഷനുകൾ ഉണ്ടെങ്കിൽ അതാത് സർട്ടിഫിക്കറ്റ്സ് ഒറിജിനൽ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ലാസ്റ്റ് സ്റ്റെപ്പാണ് പ്രിന്റ് ചെയ്യുക, പ്രിന്റ് അക്നോളജ് സർട്ടിഫിക്കറ്റ്. ഈ ഫില്ല് ചെയ്തതെല്ലാം നിങ്ങൾ റീചെക്ക് ചെയ്തതിന് ശേഷം പ്രിന്റ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുക. അതൊരിക്കലും നിങ്ങൾ CEക്ക് അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും നിങ്ങൾക്ക് ടെസ്റ്റ് സെന്റേഴ്സ് വരുന്നതാണ്. നിങ്ങളുടെ കൺവീനിയൻസ് ഏത് ഡിസ്ട്രിക്റ്റിലാണോ ആ ഡിസ്ട്രിക്റ്റിൽ പ്രയോറിറ്റി അനുസരിച്ച് ടെസ്റ്റ് സെന്റേഴ്സ് കൊടുക്കുക. ഓഗസ്റ്റ് 12ന് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. ഇനി നോക്കാൻ പോകുന്ന പോർഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നിങ്ങളുടെ ക്ലീൻ 2024ന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന മാറ്റം. സാധാരണയായി 200 ക്വസ്റ്റ്യൻസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ തവണ മുതൽ 120 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ 120 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അതായത് ടോട്ടൽ ക്വസ്റ്റ്യൻസ് 120 ക്വസ്റ്റ്യൻസ് ആണ്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. 42 ക്വസ്റ്റ്യൻസ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും, ഇംഗ്ലീഷിൽ നിന്നും 36 ക്വസ്റ്റ്യൻസ്, GK ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നിന്നും 27 ക്വസ്റ്റ്യൻസ് ആൻഡ് അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യൻസിനും 3 മാർക്സ് ആണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 120 into 360 മാർക്സ് ആണ് നിങ്ങളുടെ ടോട്ടൽ മാർക്സ് ആയിട്ട് വരുന്നത്. ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ നിങ്ങളുടെ 1 മാർക്ക് ഡിഡക്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ബി കെയർഫുൾ ഇൻ ദാറ്റ്. നിങ്ങൾ ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന മാറ്റമാണ്. 120 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്ന ടോട്ടൽ ക്വസ്റ്റ്യൻസ്. സോ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് 26 ജൂലൈയിലാണ്. ഇനി അത് എൻഡ് ചെയ്യാൻ പോകുന്നത് 2 ഓഗസ്റ്റിനാണ്. സോ അതിന് മുന്നേ തന്നെ നിങ്ങൾ എല്ലാവരും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് 12th ഓഗസ്റ്റിനാണ്.
5-year ഇന്റഗ്രേറ്റഡ് LLBയുടെ എക്സാം 18th ഓഗസ്റ്റ് മോർണിംഗിനാണ്. അതായത് 8 AM നിങ്ങൾ എക്സാമിനേഷൻ വെന്യൂവിൽ റിപ്പോർട്ട് ചെയ്യണം. എൻട്രി ഓഫ് ദ എക്സാമിനേഷൻ ഹോൾ 9:30 AM 10 AM നിങ്ങളുടെ ഒറിജിനൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. 2 hours ആണ് എക്സാം ടൈം ഉള്ളത്. 12 PM വരെ ആയിരിക്കും നിങ്ങളുടെ എക്സാം. ഇനി 3-year LLBക്ക് ആണെങ്കിൽ ആഫ്റ്റർനൂൺ ആയിരിക്കും എക്സാം വരുന്നത്. 18th ഓഗസ്റ്റ് 1 PM നിങ്ങൾ വെന്യൂവിൽ റിപ്പോർട്ട് ചെയ്യണം. അതിനുശേഷം 2:30 എൻട്രി എക്സാമിനേഷൻ ഹാളിൽ എൻട്രി ചെയ്യണം. 3 o'clock എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 o'clock വരെ എക്സാം കാണും. അതായത് 2 hours ആയിരിക്കും നിങ്ങൾക്ക് എക്സാം ആയിട്ട് വരുന്നത്. ഇനി നിങ്ങൾ പ്രധാനമായും നോക്കേണ്ട കാര്യം ക്വസ്റ്റ്യൻ പാറ്റേണിൽ വന്ന ചേഞ്ച് ആണ്. 120 ക്വസ്റ്റ്യൻസ് മാത്രം, ടോട്ടൽ ക്വസ്റ്റ്യൻസ് 120 ക്വസ്റ്റ്യൻസ് ആണ്. സോ ടോട്ടൽ മാർക്സ് 360 മാർക്സ് ആണ് വരുന്നത്. നിങ്ങളുടെ എൻട്രൻസ് എക്സാം റിസൾട്ട് 31st ഓഗസ്റ്റിന് മുന്നായിട്ട് തന്നെ അവർ ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് ക്ലീ 2024 നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ലീഡ് അക്കാഡമിയുടെ 2024 മോക്ക് മാനിയാക് ബാച്ചിലേക്കുള്ള അഡ്മിഷനുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ക്ലീ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും വർക്ക് ഷീറ്റും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എന്നിവ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാച്ചാണ് ക്ലീ മോക്ക് മാനിയാക് ബാച്ച്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്ലീ റിലേറ്റഡ് സംശയങ്ങൾക്കും രജിസ്ട്രേഷൻ സംശയങ്ങൾക്കും മറ്റ് ലോ കരിയർ റിലേറ്റഡ് സംശയങ്ങൾക്കുമായി സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.